ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈസിയായ അതേസമയം വളരെ യൂസ്ഫുള്ളായ ഒരു ക്രോഷേ ലീഫ് സ്പ്രൗട്ട് ഓർഗനൈസറാണ്. ഇത് നമ്മുടെ ചാർജിങ് കേബിൾസ് നല്ല രീതിയിൽ ഫോൾഡ് ചെയ്ത് വെക്കാനും അല്ലെങ്കിൽ ഒരു ഹെഡ്ഫോൺ ആക്സസറി ആയിട്ടും നമുക്കിത് ഉപയോഗിക്കാം. കുറച്ച് നൂലും കുറച്ച് സമയം ഉണ്ടെങ്കിൽ ഇത് തീർത്തെടുക്കാം. അപ്പോൾ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. വെൽക്കം ടു മൈ ചാനൽ യാണോറ സ്റ്റുഡിയോ. ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ഗ്രീൻ യാൺ എടുത്തിട്ടുണ്ട്. ഇത് 4 പ്ലേ കോട്ടൺ യാണാണ്. ഹുക്ക് ഒരു 2.5 mm ഹുക്കാണ്. പിന്നെ ഒരു നീഡിൽ വേണം, സിസർ വേണം. അപ്പോൾ ഈ പ്രൊജക്റ്റ് തുടങ്ങുന്നത് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ സ്ലിപ്പ് നോട്ട് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും പിങ്കി റാപ്പ് ചെയ്തിട്ട് സ്ലിപ്പ് നോട്ടും മാജിക് റിങ്ങും ചെയ്യുന്നതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പിങ്കി റാപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ നമ്മളുടെ ചെറിയ വിരലിൽ ഈ നൂല് ഇതുപോലെ ചുറ്റിയെടുക്കുക. നമ്മളുടെ കൈ ഇതുപോലെ കമഴ്ത്തി പിടിച്ചിട്ട് ചൂണ്ട വിരലിൽ 2 തവണ ചുറ്റി ഇതുപോലെ ഈ 2 വിരലിൻ്റെ ഇടക്ക് ഹോൾഡ് ചെയ്യുക. ഇനി ഹുക്ക് നമ്മളുടെ ഫേസിന് ഓപ്പോസിറ്റ് പിടിക്കുക. ഇതുപോലെ ഹുക്ക് ചെയ്ത് ഇവിടെ ഒരു ലൂപ്പ് ഫോം ചെയ്യുക. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സ്ലിപ്പ് നോട്ട് റെഡിയായി. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ നമ്മളൊരു 10 ചെയിനാണ് ചെയ്യുന്നത്. സ്ലിപ്പ് നോട്ട് ചെയ്തു. ഇനി ചെയിൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളുടെ ഹുക്കും ത്രെഡും ഇതുപോലെ പാരലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ചെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഹുക്ക് യാണിൻ്റെ ഫ്രണ്ടിലൂടെ ബാക്കിലോട്ട് എടുക്കുക. എന്നിട്ട് ഈ ഹുക്ക് ഇതുപോലെ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിക്കുക. ഈ യാണിന് ഹുക്ക് ചെയ്ത് ഈ ലൂപ്പിലൂടെ ഇതുപോലെ വലിച്ചെടുക്കുക. നമ്മൾ ആദ്യത്തെ ചെയിൻ ചെയ്തു. ഇതുപോലെ 10 ചെയിനാണ് ചെയ്യേണ്ടത്. 2 3 4 5 6 7 8 9 10 ചെയിൻ ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചോട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചോട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സെക്കൻഡ് സ്റ്റിച്ചിൽ നമ്മളൊരു സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷ ചെയ്യാനായിട്ട് നമ്മളുടെ ഹുക്ക് ഈ ബാക്ക് ലൂപ്പിലൂടെ ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഈ യാൺ ഈ ലൂപ്പിലൂടെ വലിച്ച് ഇതുപോലെ എടുക്കുക. ഇപ്പോൾ ഈ ഹുക്കിൽ 2 ലൂപ്പുണ്ട്. ഈ 2 ലൂപ്പിലൂടെയും ഇതുപോലെ യാൺ ഓവർ ചെയ്ത് വലിച്ചെടുക്കുക. ഒരു സിംഗിൾ ക്രോഷ ചെയ്തു. അടുത്ത സ്റ്റിച്ചിൽ നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഇതുപോലെ യാൺ ഓവർ ചെയ്യും. എന്നിട്ട് ഈ ബാക്ക് ലൂപ്പിലൂടെ ഇതുപോലെ ഹുക്കിനെടുത്തിട്ട് ഇതുപോലെ ഈ ത്രെഡിനെ വലിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ 3 ലൂപ്പുണ്ട് ഈ ഹുക്കിൽ. ഈ 3 ലൂപ്പിലൂടെ നമ്മൾ യാൺ ഓവർ ചെയ്ത് വലിച്ചെടുക്കും. ഇതുപോലെ യാൺ ഓവർ ചെയ്ത് വലിച്ചെടുക്കാം. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മളൊരു ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ ക്രോഷ ചെയ്യാനായിട്ട് യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് ഈ ബാക്ക് ലൂപ്പിലൂടെ ഈ സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പിലൂടെ ഹുക്ക് ചെയ്ത് ഇതുപോലെ ത്രെഡ് വലിച്ചെടുക്കുക. ഇപ്പോൾ ഈ ഹുക്കിൽ 3 ലൂപ്പുണ്ട്. നമ്മൾ ഈ ആദ്യത്തെ 2 ലൂപ്പിലൂടെ മാത്രം ഈ യാൺ ഹുക്ക് ചെയ്ത് വലിച്ചെടുക്കും.
അതിനുശേഷം ഈ 2 ലൂപ്പിലൂടെ ഹുക്ക് ചെയ്ത് വലിച്ചെടുക്കും. ഇപ്പോൾ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്ത 3 സ്റ്റിച്ചിൽ നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ ഹുക്കിലൂടെ ഇതുപോലെ 2 തവണ യാൺ ഓവർ ചെയ്യും. എന്നിട്ട് ഈ സ്റ്റിച്ചിൽ ബാക്ക് ലൂപ്പിൽ ഇതുപോലെ ഹുക്ക് ചെയ്ത് യാൺ ഇതുപോലെ വലിച്ചെടുക്കും. എന്നിട്ട് ഈ ആദ്യത്തെ 2 ലൂപ്പിലൂടെ നമ്മൾ ഹുക്ക് ചെയ്ത് ഇതുപോലെ വലിച്ചെടുക്കും. അതിനുശേഷം ഈ 2 ലൂപ്പിലൂടെ ഹുക്ക് ചെയ്ത് വലിക്കും. ഇനി ഈ അവസാനത്തെ 2 ലൂപ്പിലൂടെ ഹുക്ക് ചെയ്ത് വലിച്ചെടുക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ ഇനിയും 2 സ്റ്റിച്ചിൽ നമ്മൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. 2 തവണ ഇതുപോലെ യാൺ ഓവർ ചെയ്തു. ഈ ബാക്ക് ലൂപ്പിലൂടെ ഇതുപോലെ ഹുക്ക് ചെയ്തെടുത്തു. ആദ്യത്തെ 2 ലൂപ്പിലൂടെ വലിച്ചെടുത്തു. അതിനുശേഷം 2 ലൂപ്പിലൂടെ, അവസാനത്തെ 2 ലൂപ്പിലൂടെ. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. ഇനി മൂന്നാമത്തെ ട്രിപ്പിൾ ക്രോഷ്യ. സെയിം തിങ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. ആദ്യത്തെ 2 ലൂപ്പിലൂടെ എടുത്തു, രണ്ടാമത്തെ 2 ലൂപ്പിലൂടെ എടുത്തു, മൂന്നാമത്തെ 2 ലൂപ്പിലൂടെ എടുത്തു. അപ്പോൾ ഇപ്പോൾ നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷ്യം ചെയ്തു. അതിനുശേഷം ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മളൊരു ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിലൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ. അപ്പോൾ യാൺ ഓവർ ചെയ്തിട്ട് ഇതുപോലെ ഹുക്ക് വലിച്ചെടുത്തു. ഇനി 3 ലൂപ്പിലൂടെ നമ്മൾ വലിച്ച് എടുക്കും. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മളിനി 2 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യും. ഇതുപോലെ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യും. അപ്പോൾ ലീഫിൻ്റെ ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ ലീഫിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മളിനി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റിച്ചുകളിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. അടുത്ത സ്റ്റിച്ചിൽ നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്തിട്ട് ഇതുപോലെ ഈ സ്റ്റിച്ചിലൂടെ എടുക്കുക. 3 ലൂപ്പിലൂടെ വലിച്ചെടുക്കാം. അതിന് ശേഷം അടുത്ത സ്റ്റിച്ചിൽ നമ്മളൊരു ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഈ സ്റ്റിച്ചിലൂടെ യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് ഈ സ്റ്റിച്ചിലൂടെ എടുക്കുക. ആദ്യത്തെ 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. അടുത്ത 2 ലൂപ്പിലൂടെ എടുക്കുക. ഇനി 3 സ്റ്റിച്ചിൽ നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് 2 തവണ യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് ഈ ലൂപ്പിലൂടെ ഇതുപോലെ എടുക്കുക. ആദ്യത്തെ 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. അടുത്ത 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. ലാസ്റ്റ് ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ 2 സ്റ്റിച്ചിലും അടുത്ത 2 സ്റ്റിച്ചിലും ചെയ്യുന്നത്. ലാസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഇനി ഒരു ഡബിൾ ക്രോഷ്യയാണ് അടുത്ത് ചെയ്യുന്നത്. ഇനി ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഏറ്റവും ലാസ്റ്റ് നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യും. ഇനി നമ്മൾ ഈ ഒരു സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്.
ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഒരു 30 ചെയിനാണ് ചെയ്യുന്നത്. ഇതുപോലെ ഓവർ ചെയ്ത് ഈ ലൂപ്പിലൂടെ എടുക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. നമ്മളിപ്പോൾ ഒരു 30 ചെയിൻ ചെയ്തിട്ടുണ്ട്. ഈ 30-ൽ 10 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ 10ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള ഈ സ്റ്റിച്ചുകളിലെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് വരണം. 20 ചെയിൻ ഉണ്ട്. അപ്പോൾ ഈ 20 ചെയിനിലും ഇതുപോലെ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇതുപോലെ ഓരോ സ്റ്റിച്ചിലും നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ആ 20 ചെയിനും കംപ്ലീറ്റ് ചെയ്യണം. അത് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് അടുത്ത ലീഫിൻ്റെ വർക്ക് ചെയ്യാം. നമ്മൾ അടുത്ത റൗണ്ടിലോട്ട് പോകുമ്പം ഈ 20 ചെയിനിലും നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ആദ്യം ചെയ്തെടുത്ത ലീഫിൻ്റെ അവിടെ തന്നെ എത്തി. ഇനി ഒരു 10 ചെയിനാണ് നമ്മൾ ചെയ്യേണ്ടത്. 1 2 3 4 5 6 7 8 9 10. 10 ചെയിൻ ചെയ്തു. നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് സ്റ്റിച്ചോട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റിച്ചിൽ നമ്മളൊരു സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു സിംഗിൾ ക്രോഷ ചെയ്തു. അടുത്ത സ്റ്റിച്ചിൽ നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ഇതുപോലെ 3 ലൂപ്പിലൂടെ നമ്മൾ വലിച്ചെടുക്കും. ഇനി ഒരു ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ആദ്യത്തെ 2 ലൂപ്പിലൂടെ അടുത്ത 2 ലൂപ്പിലൂടെ. ഇനി 3 സ്റ്റിച്ചിൽ നമ്മൾ ട്രിപ്പിൾ ക്രോഷയാണ് ചെയ്യുന്നത്. അതിന് 2 തവണ ഓവർ ചെയ്യണം. എന്നിട്ട് ഈ സ്റ്റിച്ചിലൂടെ ഇതുപോലെ എടുക്കുക. ആദ്യത്തെ 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കുക, അടുത്ത 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കുക, ലാസ്റ്റ് 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. ഇതുപോലെ 2 തവണ ഓവർ ചെയ്യുക. ഇതുപോലെ ഹുക്ക് ചെയ്തെടുക്കുക. ആദ്യത്തെ 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കുക, രണ്ടാമത്തെ 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കുക, ലാസ്റ്റ് മൂന്നാമത്തെ ട്രിപ്പിൾ ക്രോഷയും കൂടി നമ്മൾ ചെയ്ത് ഫിനിഷ് ചെയ്യണം. അടുത്ത സ്റ്റിച്ചിൽ നമ്മളൊരു ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ഡബിൾ ക്രോഷ ചെയ്യാനായിട്ട് ഒരു തവണയാണ് ഓവർ ചെയ്യുള്ളൂ. തുടക്കത്തിൽ നമ്മൾ ഒരു തവണയാണ് ഓവർ ചെയ്തെടുക്കുള്ളൂ. പിന്നെ ആദ്യത്തെ 2 ലൂപ്പിലൂടെ, രണ്ടാമത്തെ 2 ലൂപ്പിലൂടെ. ഇനി ലാസ്റ്റ് ഒരു ഹാഫ് ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ഇതുപോലെ 3 ലൂപ്പിലൂടെ നമ്മൾ വലിച്ചെടുക്കും. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മളൊരു സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ലീഫിൻ്റെ ഹാഫ് പോർഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ലീഫിൻ്റെ അടുത്ത സൈഡാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തുടങ്ങുന്നത് ഒരു സിംഗിൾ ക്രോഷയിൽ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിൽ നമ്മളൊരു സിംഗിൾ ക്രോഷേ ചെയ്യും. അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യും. ഇതുപോലെ 3 ലൂപ്പിലൂടെ വലിച്ചെടുത്ത് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി ഒരു ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ഡബിൾ ക്രോഷേ ചെയ്യുമ്പോൾ ആദ്യത്തെ 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കും, അടുത്ത 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കും. ഇനി അടുത്ത
3 സ്റ്റിച്ചിൽ നമ്മൾ ട്രിപ്പിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. ഇതുപോലെ 2 തവണ യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിലൂടെ അടുത്ത 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കും. ഏറ്റവും ലാസ്റ്റ് 2 ലൂപ്പിലൂടെ ഇതുപോലെ 3 സ്റ്റിച്ചിൽ നമ്മൾ ഇതുപോലെ ട്രിപ്പിൾ ക്രോഷേ ചെയ്യും. ഇത് രണ്ടാമത്തെ ട്രിപ്പിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. ഇത് ലാസ്റ്റ് ട്രിപ്പിൾ ക്രോഷേ. ഇനി ഒരു ഡബിൾ ക്രോഷേ ആണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഒരു ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേ ചെയ്യും. സെയിം സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ. രണ്ട് സിംഗിൾ ക്രോഷയും കൂടി ചെയ്ത് നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യാൺ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ എക്സ്ട്രാ ടെയിലെല്ലാം നമുക്കൊന്ന് ഹൈഡ് ചെയ്യണം. ഹൈഡ് ചെയ്തും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ക്രോഷേ സ്പ്രൗട്ട് ഓർഗനൈസർ റെഡിയായി. ഇനി നമുക്ക് ഈ എക്സ്ട്രാ ടെയിലൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യണം. അതിന് ബാക്ക് സൈഡിലാണ് നമ്മൾ ഇത് ഹൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ കാണാത്ത രീതിയിൽ ഈ സ്റ്റിച്ചസിൽ ഇതുപോലെ ഈ ത്രെഡ് നമുക്ക് വലിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എക്സ്ട്രാ ടെയിലെല്ലാം ഹൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ക്രോഷേ ലീഫ് സ്പ്രൗട്ട് ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.